കടലുണ്ടിപ്പുഴയിൽ വെള്ളം കുറഞ്ഞു വരുന്നു. കരുവാരുകുണ്ടിലും മഴ നിന്നതിൽ ആശ്വാസം. ഇന്നലെ വലിയ തോതിൽ ഉയർന്ന കടലുണ്ടിപ്പുഴയിലെ ജലനിരപ്പ് ഇന്ന് രാവിലെ മുതൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കടലുണ്ടിപ്പുഴയുടെ തീരങ്ങളിലുള്ള വെള്ളം കയറിയ വീടുകളിലെല്ലാം രാവിലെ തൊട്ട് വെള്ളം ഇറങ്ങി തുടങ്ങി. അതേസമയം ബാക്കിക്കയൻ ഡാം ഇന്ന് തുറന്നുവിട്ടേക്കുമെന്ന ശബ്ദ സന്ദേശം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് തിരൂരങ്ങാടി കക്കാട് ഭാഗത്ത് പരിഭ്രാന്തി ഉയർത്തി. എന്നാൽ ഇത് പഴയ സന്ദേശമാണെന്നും ആരോ ഇപ്പോൾ വീണ്ടും അയച്ചതാവാമെന്നും അധികൃതർ പറഞ്ഞു. ഹലോ, ആരാണ്? ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു. ഞങ്ങള് വിളിക്കാന്ന് പറഞ്ഞാല് പിന്നെ ഈ ബക്കിംഗ്ഹാം എന്നാണ് തുറന്നത്? ഇന്ന് തുറന്നതാണോ അല്ലെ ഇന്നലെ തുറന്നാണോ? ബാക്കി കഴിയോ എന്നോ കാലത്ത് തുറന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ വോയിസ് ഇപ്പൊ ഇങ്ങനെ പരന്നും കൊടുക്കാണ്. വോയിസ് എപ്പോഴാ വരുന്നത്? ഇന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വയസ്സ്. ഞങ്ങളൊക്കെ ഇതിന്റെ ഇതിലെ ഭാഗത്താണ്. ഇത് കംപ്ലീറ്റ് മേലത്തെ ഷട്ടർ തുറന്ന് ഞങ്ങൾ തെറ്റുകാരല്ല. ഞങ്ങൾ കുറെ മുമ്പ് കൊടുത്തിട്ടുണ്ട്, കലക്ടറേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നോ. ഇന്നലെ രാത്രി വെള്ളം കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാട്ട് പോകണം എന്ന് പറഞ്ഞാട്ട്. അല്ല, നിങ്ങളിപ്പോ പിന്നെ ഇന്നും ഇന്നലെ ഒന്നും ഷട്ടർ തുറന്നിട്ടില്ലല്ലോ. മലപ്പുറം കടലുണ്ടിപ്പുഴയിൽ നൂറാടിയിൽ സ്ഥാപിച്ച അലർട്ട് ബോർഡിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് ആയിട്ടുണ്ട്. രാവിലെ ഇത് റെഡ് അലർട്ട് ആയിരുന്നു. ഇത്തവണ വന്ന ഏറ്റവും ഉയർന്ന നിരപ്പിൽ നിന്ന് 2 മീറ്ററോളം വെള്ളം വൈകിട്ട് 6 മണിയോടെ താഴ്ന്നിട്ടുണ്ട്. ഗതാഗതം തടസ്സപ്പെട്ട കൂട്ടിലങ്ങാടി, കീരൻകുണ്ട് റോഡിലൊക്കെ ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചു. അതേസമയം പുഴയുടെ സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറിയ വീടുകളിലും മറ്റും വളരെ സാവകാശത്തിലാണ് വെള്ളം ഇറങ്ങുന്നത്. മഴ ശക്തമായ രീതിയിലില്ലെങ്കിൽ നാളത്തോടെ ഇതും സാധാരണ നിലയിൽ ആയേക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കരുവാരുകുണ്ട് കാളികാവ് ഭാഗത്ത് മഴ ഇല്ലാതിരുന്നത് കടലുണ്ടിപ്പുഴയ്ക്ക് സമീപം താമസിക്കുന്നവർക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം. SS മീഡിയ, മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.